ഹലോ നമസ്കാരം. സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ എന്താ പറയുക, പെയ്ത് തീരും മുൻപേ എന്നുള്ള കഥയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇവരെല്ലാവരും മറൈൻ ഡ്രൈവിൽ നിൽക്കുന്നുണ്ട് മനുശങ്കറിനെ കാത്തിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നത് നിങ്ങൾ എവിടെ നിൽക്കണമെന്ന് എന്ന് പറയണം. അപ്പോൾ മാമച്ചായ പറഞ്ഞു കൊടുക്കുക. ഞാൻ പറയുന്നു ഒരു കപ്പലിൻ്റെ അടുത്താണെന്ന് പറയും മാമച്ചായ. പക്ഷെ അങ്ങനെ പറയല്ലേ എന്ന് പറയും. അപ്പോൾ ഒരു മരം, അതിൻ്റെ മുന്നിൽ 2 നടവഴികൾ കൃത്യമായിട്ടുള്ളൊരു ഇത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി പറഞ്ഞു കൊടുക്കും കേട്ടോ, ഇങ്ങനെ ഒരു 2 ഇതിലും വഴികളാണ്, ഒരു മരത്തിൻ്റെ അടുത്താണ് ഇരിക്കുന്നതെന്നൊക്കെ പറയും. അങ്ങനെ ഒരു കാത്ത് നിൽക്കുകയാണ് മനഃശങ്കറിനെ. അപ്പോൾ പിന്നെ ഇറക്കി അവർ പോയിട്ട് ഐസ് കൊണ്ടുവരുന്നുണ്ട്. ഐസ് വാങ്ങി 2 പേരും കൂടെ കഴിക്കുന്നുണ്ട്. അലീനയും പിന്നെ രേവതിക്കുട്ടിയും കൂടെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ എന്താ പറയുക, കോണൈസാണ് കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചുറ്റിരിക്കുന്ന കടലാസ് ഇങ്ങനെ അത് അതിൽ ഐസായതൊക്കെ ഇങ്ങനെ നക്കുന്നുണ്ട് രേവതിക്കുട്ടി. അപ്പോൾ ഇവൾ അലീനെ കളിയാക്കുന്നുണ്ട്. പക്ഷേ എന്തൊരു കൊതിയാണ് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട് കേട്ടോ. ചുമ്മാ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് 2 പേരും കൂടെ ഇങ്ങനെ ഐസ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണാം മനുശങ്കർ വരുന്നു. അപ്പോൾ മനുവേട്ടൻ എന്നറിയും. അപ്പോൾ വരുന്നുണ്ട് എന്ന് പറയും. പിന്നെ മാമച്ചനോടും ഗ്രേസമ്മോടും വരുന്നുണ്ട് പറയുകയാണെ. അപ്പോഴേക്കും നമ്മൾ രേവതിക്കുട്ടി വരുന്നതാണോ, അയ്യോ എന്തൊരു ഭംഗിയാണ് കാണാൻ, ഒരു സിനിമ സ്റ്റാറിനെ പോലെ ഉണ്ടെന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ വന്ന് അപ്പോൾ അലീന ഇവരെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ ഭയങ്കര ഗ്രേസമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ് അയാളെ കണ്ടിട്ട് കേട്ടോ, മനുശങ്കറിനെ കണ്ടിട്ട്. അപ്പോൾ ആ മനു അപ്പോൾ രേവതിക്കുട്ടി ഇങ്ങനെ ഇവിടെ സംസാരത്തിൽ നിന്ന് ഞങ്ങളുടെയൊക്കെ മനസ്സിൽ വലിയൊരാളായിട്ടാണ് തോന്നിയിരുന്നത് ഇങ്ങനെ പറയും. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നതെന്നൊക്കെ ഇങ്ങനെ പറയണേ. അങ്ങനെ എല്ലാവരും പരിചയപ്പെടുന്നുണ്ട്, രേവതിക്കുട്ടീനെ പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താ നിങ്ങളുടെ പ്ലാൻ, നിങ്ങൾ പറഞ്ഞിടത്തല്ലല്ലോ നിൽക്കുന്നത് പറയുമ്പോൾ, ഇല്ല ഞങ്ങൾ ഐസ് മേടിക്കാൻ വന്നതാണ്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് തിരിച്ച് വന്ന് നിൽക്കാമെന്ന് വിചാരിച്ചു എന്ന് പറയും. അപ്പോൾ പറയും ഇനി എന്തായാലും ഇത് വേണ്ട, എന്താണ് ഈ പ്ലാൻ എന്ന് ചോദിക്കും. അപ്പോൾ ഇവിടെയൊക്കെ എനിക്ക് നന്നായിട്ട് പരിചയമുണ്ട് എന്ന് പറയും. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞങ്ങളിവിടെ ഇരിക്കാം, നിങ്ങൾ 3 കൂടെ പോയിട്ട് വാ എന്ന് പറയും മാമച്ചൻ. അങ്ങനെ അവർ 2 പേരും കൂടെ അവിടെ ഇരിക്കുന്നുണ്ട്. മറ്റൊരു 3 പേരും കൂടെ പോകുന്നുണ്ട് കേട്ടോ, പുറത്ത് ഇങ്ങനെ ചുറ്റാൻ പോവുകയാണ്. എന്തൊക്കെയോ പോയി കുറേ സാധനങ്ങൾ ഇതൊക്കെ വാങ്ങി പിന്നെ ഒരു ഭാഗത്ത് പോയിരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ സംസാരിക്കുമ്പോൾ രേവതിക്കുട്ടിയുടെ